യാത്രകൾ എപ്പോഴും ഇങ്ങനെയാണ്, ജീവിതം പോലെ. നമ്മളെ സ്നേഹിക്കുന്നവർ ഒപ്പമുള്ളപ്പോഴേ അതിനൊരു പൂർണ്ണതയുണ്ടാവും. യാത്രകൾ തുടരുകയാണ്. എത്രമേൽ സരസമാ ലക്ഷ്യങ്ങൾ, അത്രമേൽ കഠിനമോ മാർഗങ്ങൾ. മണ്ണിലാണ് സ്വർഗം, ഈ നിമിഷമാണ് നിൻ പർദീസ. മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. അങ്ങനെ ഞങ്ങള് മാതിരാൻ പോവാണ്. ഇത് നമ്മുടെ മിൽട്ടൻ, ഇത് ബാബു, ഇത് രമേശൻ, ഇത് രാജൻ. അതാ രണ്ടുപേര് അവിടെ നിന്ന് നടന്നു വരുന്നുണ്ട്. അവന്റെ പേര്, ഒരാളുടെ പേര് ജോസ്, പിന്നത് സോഡ, എന്നിട്ട് പേര് ടെറി. അപ്പോൾ എല്ലാവർക്കും കൂടിയിട്ട് നമ്മള് ട്രെയിൻ കയറാൻ പോണത്. എത്ര മണിക്കാ ബാബു ട്രെയിൻ കയറാൻ പോണേ? 3:15 ട്രെയിൻ എത്തും. നമ്മളവിടെ നിന്ന് കയറുന്നു. 24 മണിക്കൂർ, എത്ര മണിക്കൂർ? 25-24 മണിക്കൂർ നമ്മൾ മാക്സിമം ഇരിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് പുതിയ അപ്ഡേറ്റ് ആയിട്ട് വരുന്നു. ഓക്കെ, ബൈ. ക്യാമറ നോക്കിയാ അങ്ങനെ നമ്മുടെ ട്രിപ്പ് മൊത്തം ഞാനും മുഞ്ചും നമ്മൾ മൊത്തം ചെയ്തിരിക്കുന്നത് ബാബുവാണ്. ബാബു എന്താണ് നമ്മുടെ പ്ലാന്? ഇപ്പൊ നമ്മുടെ ട്രെയിനിൽ വരും. ട്രെയിൻ 3:30 വരും. 3:30 ട്രെയിൻ ലേറ്റ് ആണ്, 10 മിനിറ്റ് ലേറ്റ് ആണ് ഗൈസ്. അപ്പൊ 3:20 ട്രെയിൻ. എന്നിട്ട് അപ്പോ നമ്മള് പിറ്റേ ദിവസം ഇതുപോലെ ഒരു 4 മണി 5 മണിയാകുമ്പോ എത്തുന്നു. ഫ്രഷ് ആവുന്നു. ടോയ് ട്രെയിൻ ട്രെയിനിൽ കയറിയിരിക്കുകയാണ്. സീറ്റ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോ അവിടെ നമ്മുടെ ക്യാമറമാൻ നമ്മുടെ പ്രിൻസ് ആണ്. പ്രിൻസ് കെയാണ്. അപ്പൊ നാട്ടിലെ കുറച്ച് പേരാണ് കയറിയിരിക്കുന്നത്. കുറച്ച് ഓർഡർ സെറ്റപ്പ് ആണ് ഇവിടുന്ന്. അപ്പം സൈലന്റാണ്. കണ്ടാണല്ലോ നടക്കുന്നത്. അങ്ങനെ ഞങ്ങള് സീറ്റിൽ എല്ലാരും ഇരിപ്പിടം കിട്ടിയിരിക്കുകയാണ്. അപ്പൊ കാണിച്ചേ. അപ്പോ ഞാൻ ഇപ്പൊ തന്നെ പറ്റില്ല. അപ്പോ എല്ലാവരോടും പറയാനുള്ളത്, എന്താണ് പറയണത്? നിങ്ങൾ എന്തേലും ഞങ്ങൾ അന്നപോലെ മണ്ടനല്ല. ബംഗാളിലൂടെ കൈയിട്ട് മേടിക്കും. ആ വീഡിയോ എടുക്കാം. കൈയിട്ട് അപ്പോ ഞങ്ങളങ്ങനെ രാവിലെ ഡേ 1 ആണെന്ന് ഇതെല്ലാരും പല്ലേക്കുന്നുണ്ട്. ചായ ഇവിടെ പറഞ്ഞിട്ട് ചാല അവിടെ കവച്ച് എടുക്കുന്നുണ്ട്. ബ്രൗണി ഉണ്ട്. രാവിലെ കഴിക്കാൻ പറ്റില്ല. ഹായ് ഗൈസ്, എന്റെ ക്യാമറമാൻ എന്റെ ടീക്കോടി കൊയിലാണ്ടി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് അടുത്തൊരു സ്റ്റേഷന്റെ സ്ഥലം പേര് പറ. കോഴിക്കോട്. കാസർഗോഡ്. അത് കിട്ടിക്കാരെ എന്തെങ്കിലും കിട്ടുന്നു. അപ്പോ രാത്രി ഉറക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സുന്ദരം ഫ്രഷ് ചെയ്തിട്ട് ഈ പോണാണ് ഓരോന്നും അടിയിൽ നോക്കി. എന്ത് മനസ്സാണ് എന്റെ എന്നും വന്നീല
എന്നോടൊന്നും ചൊല്ലില അനുരാഗം മീട്ടും ഗന്ധർവൻ. ട്രെയിൻ എടുക്കാൻ പോകാം. അപ്പോൾ ബാക്കി എല്ലാവരും കൂടെ തുടങ്ങണം. ബാക്കി എല്ലാവരും ഞാൻ അപ്പൊ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും അപ്പോൾ അതിനോട് ബാക്കി വിടാം. ആ റിജോ കള്ളക്കറി കളിക്കും. സ്പീക്കർ എടുക്കടാ. നിങ്ങളിത് കാണുന്നുണ്ടോ എന്നറിയില്ല. ഒരു ഐഡിയ. ഗോവ കഴിഞ്ഞു, പിന്നെ എവിടേക്കാണ് നമ്മൾ ഉടുപ്പി കഴിഞ്ഞു, ഗോവ കഴിഞ്ഞു. ഞാൻ അടുത്ത സ്ഥലം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് പറയും രാഷ്ട്രഗിരി. രാഷ്ട്രഗിരി ആണ് സ്ഥലം. ഓല നമ്മുടെ വ്യൂ നോക്കിയിട്ട് ഓല എന്താ പറയാനുള്ളത് പോലെ നമ്മള് ഒരു ചായയും ഒരു സമൂസയും ഒരു പപ്സൊക്കെ കഴിച്ചിട്ട് നമ്മളിങ്ങനെ വീണ്ടും ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെയാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ രാജന് 2 വാക്ക് പറയാൻ നമ്മൾ കൊടുക്കേണ്ടതാണ്. രാജനെ പറഞ്ഞ രാജൻ. ഗോവയില് ജസ്റ്റ് മിസ്സാണ് നമുക്ക് ട്രെയിൻ കിട്ടിയത്. ട്രെയിൻ പോയിരുന്നു ഇപ്പൊ ജസ്റ്റ് മിസ്. ജോസിന് എന്താ പറയാനുള്ളത്? അടിപൊളി സ്ഥലം. നമ്മൾ അടുത്തോട്ട് ഞങ്ങൾ ഗോവയ്ക്ക് ഇറങ്ങാൻ പോവാണ്. ഗോവ സ്റ്റേഷൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. സ്റ്റേഷനിൽ ഇറങ്ങി അപ്പോൾ എല്ലാവരും കൂടി കയറി പറഞ്ഞവൻ ഇവനാണ്. നീ എന്താടാ ഇങ്ങനെ പോയേ? രാത്രി പട്ടിണിയാണ് കഴിക്കാനില്ല. ഇവിടെ പാടുന്ന പറയും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ പിറകിൽ നമ്മുടെ ഇവനെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഗോവ കഴിഞ്ഞിരിക്കുകയാണ്. ഗോവ കഴിഞ്ഞു. അടുത്തത് പ്ലെയിൻ പോണതാണ് കാണിക്കാൻ പോണേ. ക്യാമറ തിരിക്കാൻ പറ്റില്ല. എവിടെ പ്ലെയിൻ പോണ